ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ചാണ്. അതായത് ആൻഷ്യൻ ഇന്ത്യയിൽ, അതായത് പുരാതന ഇന്ത്യയുടെ ട്രേഡിന്റെയും കൊമേഴ്സിന്റെയും ഹിസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Trade and commerce have played a vital role in making India to evolve as a major actor in economic world in ancient times. അതായത് പുരാതന കാലത്ത് നമ്മുടെ ഇന്ത്യക്ക് ഇക്കണോമിക് വേൾഡിൽ തന്നെ നല്ലൊരു ബെസ്റ്റ് പെർഫോമർ ആവാനായിട്ട് ഈ ട്രേഡും കൊമേഴ്സും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ പ്രകാരം പുരാതന കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വാട്ടറിലൂടെയും അതുപോലെ തന്നെ ലാൻഡ് വഴിയും, അതായത് കരമാർഗവും കടൽമാർഗവുമുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് കൂടുതലായിട്ടും നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 3rd മില്ലേനിയം BC കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ ഹാരപ്പ, മോഹൻജദാരോ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ബിഗ് കൊമേഴ്ഷ്യൽ സിറ്റീസ് നിലനിന്നിരുന്നു എന്നതിനുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് സിറ്റീസും പാകിസ്ഥാനിലെ പഞ്ചാബ് അതുപോലെ തന്നെ സിന്ധ് പ്രൊവിൻസിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതോട് കൂടിയിട്ട് ഈ രണ്ട് സ്ഥലങ്ങളും പാകിസ്ഥാൻ അതിർത്തിയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ള സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് മെസപ്പൊട്ടോമിയയുമായി ഒരു കൊമേഴ്ഷ്യൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. മെസപ്പൊട്ടോമിയൻ ഏരിയ എന്ന് പറയുന്നത് ഇറാന്, സിറിയ, കുവൈത്ത് ആ രാജ്യങ്ങളുടെ അതിർത്തികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആയിരുന്നു മെസപ്പൊട്ടോമിയൻ കണക്ഷൻസ്. ആ മെസപ്പൊട്ടോമിയ ഏരിയയുമായിട്ട് ട്രേഡ് നടത്താനായിട്ട് ഇത് സഹായിച്ചു. എന്തൊക്കെയാണ് ട്രേഡ് നടത്തിയിരുന്നത്? ഗോൾഡ്, സിൽവർ, കോപ്പർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈ മാർബിൾസ്, ദെൻ പേൾസ്, സീഷൽസ്, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസും പരസ്പരം കച്ചവടം നടത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമുക്കറിയാം, ആദ്യം നമ്മുടെ ഇക്കോണമിയിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത്. അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിട്ടായിരുന്നു ഓരോന്ന് വാങ്ങിച്ചിരുന്നതും അല്ലെങ്കിൽ കച്ചവടങ്ങൾ നടത്തിയിരുന്നതും. അതിനുശേഷമാണ് ഒരു മെറ്റാലിക് രൂപത്തിൽ നമ്മൾ കറൻസി കണ്ടുപിടിക്കുകയും അതിനുശേഷം മണി ഒരു വിനിമയ മാർഗമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. As money served as a medium of exchange, the introduction of metallic money and its use accelerated in economic activities. അതായത് പണം ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിച്ചു. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് സച്ച് ആസ് ഹണ്ടി ആൻഡ് ചിട്ടി were in use for carrying out transaction in which money passed from hand to hand. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ചെക്ക് ഉണ്ടല്ലോ, അതുപോലെ അന്ന് നിലനിന്നിരുന്ന രണ്ട് ഡോക്യുമെന്റ്സ് ആണ് ഹണ്ടി എന്നും ചിട്ടി എന്നും പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമുക്ക് പണം പരസ്പരം കൈമാറുന്നതിന് പകരം ഈ ഡോക്യുമെന്റ് പരസ്പരം കൈമാറിയാൽ മതി. ഓക്കെ, സോ ഹണ്ടി ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സ്ചേഞ്ച്. പരസ്പരം കൈമാറാൻ അല്ലെങ്കിൽ ഹാൻഡ് ടു ഹാൻഡ് കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ് ഹണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പഠിക്കും. അതായത് സാധനങ്ങൾ പരസ്പരം വിറ്റാലും വാങ്ങിയാലും നമ്മൾ പൈസയ്ക്ക് പകരം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി കൊടുക്കും. അതായത് ഇന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇത്ര പൈസ പേ ചെയ്തു കൊള്ളാം എന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഹണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, indigenous banking system played a prominent role in lending money and financing domestic and foreign trade with currency and letter of credit. അതായത് ആവശ്യക്കാർക്ക് പണം കടം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രേഡ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പൈസകൾ ലോണിന്റെ ഫോമിൽ അവൈലബിൾ ആക്കാനും ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് റോളാണ് വഹിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ബാങ്കിങ്ങിന്റെ ഡെവലപ്മെന്റോട് കൂടി ഒരുപാട് ജനങ്ങൾ അവരുടെ കയ്യിലുള്ള പ്രീഷ്യസ് മെറ്റൽസും അതുപോലെ തന്നെ ക്യാഷും എല്ലാം ആ ഒരു സേഫ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് വർ ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഓഫ് ഇക്കണോമിക് ലൈഫ് ഓഫ് ആൻഷ്യൻ പീപ്പിൾ. അതായത് പുരാതന കാലഘട്ടത്തെ ആൾക്കാർ കൂടുതലായിട്ടും അഗ്രികൾച്ചറിനെയും അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തുന്നതിലായിരുന്നു കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഡ്യൂ ടു ഫേവറബിൾ ക്ലൈമറ്റ് കണ്ടീഷൻസ് ദേ വർ ഏബിൾ ടു റൈസ് 2 or sometimes 3 crops in a year. അതായത് ക്ലൈമറ്റ് കണ്ടീഷനിലുള്ള ഫേവറബിൾ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് ഒരു വർഷം തന്നെ 2 അല്ലെങ്കിൽ 3 തരത്തിലുള്ള ക്രോപ്പ് വിളകളൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതിന് പുറമെ തന്നെ അവർ മറ്റു പല ആക്ടിവിറ്റീസിലും എൻഗേജ് ചെയ്തിരുന്നു. അതായത് വീവിംഗ് ഓഫ് കോട്ടൺ, അതായത് ഈ ടെക്സ്റ്റൈൽ ഏരിയകളിൽ, അതുപോലെ തന്നെ ഡൈയിങ് ദ ഫേബ്രിക്സ്, ദെൻ മേക്കിംഗ് ക്ലേ പോട്ട്, അതായത് ഈ മൺപാത്ര നിർമ്മാണങ്ങൾ, യൂട്ടൻസിൽസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സ്കൾപ്റ്റിംഗ്,
കോട്ടേജ് ഇൻഡസ്ട്രീസ്, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസിലും ആൻഷ്യൻ പീരീഡിലുള്ള ജനങ്ങൾ എൻഗേജ് ചെയ്തിരുന്നു. അതിനുശേഷം ട്രേഡിന്റെയും കൊമേഴ്സിന്റെയും ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്റർമീഡിയറീസ് അറൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്റർമീഡിയറീസ് പ്ലേഡ് എ പ്രോമിനന്റ് റോൾ ഇൻ ദ പ്രൊമോഷൻ ഓഫ് ട്രേഡ്. അതായത് ട്രേഡിന്റെ പ്രൊമോഷൻ ആയിട്ട് ഇന്റർമീഡിയറീസ് വളരെ വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിനിടയിൽ ആരൊക്കെയാണോ ഇടപെടുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം പാർട്ടീസ് വരുന്നുണ്ടോ അവരെല്ലാം നമുക്ക് ഇന്റർമീഡിയറീസ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾസ് ആണ് കമ്മീഷൻ ഏജന്റ്, ബ്രോക്കേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബോത്ത് ഫോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഗുഡ്സ്. ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരൻ, അതായത് മാനുഫാക്ചേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും തമ്മിൽ ഇടയിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ചങ്ങലകളുണ്ട്. ആ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ബ്രോക്കേഴ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ ഏജന്റുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഏജൻസികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു മാനുഫാക്ചറർ കയ്യിൽ നിന്നും ഹോൾസെയിലേഴ്സ് ഗുഡ്സ് വാങ്ങിക്കും, ദെൻ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നും റീറ്റെയിലേഴ്സ് വാങ്ങിക്കും, ദെൻ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മൾ എല്ലാവരും ഗുഡ്സ് വാങ്ങിക്കുന്നത്. സോ ഈ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും എല്ലാം ഇന്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. The institution of Jagat Seth also developed and exercised great influence during the Mughal period and the days of East India Company. പുരാതന ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു മണി ലെൻഡിങ് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ജഗത് സേത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലും അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിലും ഈ ജഗത് സേത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിച്ചിരുന്നു. ഈ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അന്നത്തെ കാലത്ത് ആക്ട് ആസ് എ ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടീവ്സ് ഓഫ് എൻഡോമെന്റ്, അതായത് എന്തെങ്കിലും വസ്തുക്കൾ കൈമാറുന്ന സമയത്തോ അല്ലെങ്കിൽ പണം കൈമാറുന്ന സമയത്തോ ഒരു ഇടനിലക്കാരായിട്ട് ബാങ്കുകളും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. The emergence of credit transaction and availability of loans and advances enhanced commercial operation. അതുപോലെ തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വരവോട് കൂടിയിട്ട് ഒരുപാട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കൂടി. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡി ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വന്നിരുന്നില്ല. നമുക്ക് 3 മാസമോ 4 മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. സോ കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഫെസിലിറ്റി കിട്ടിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ലോൺ കിട്ടിയിരുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ ഓപ്പറേഷന് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷന് പുരോഗമനത്തിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ എക്സ്പോർട്ട് കൂടി, ഇമ്പോർട്ട്സിനേക്കാൾ എക്സ്പോർട്ട് കൂടാനായിട്ട് തുടങ്ങി വിത്ത് ലാർജ് മാർജിൻ. അതായത് ആ എക്സ്പോർട്ട് വഴി നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ദ ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം ബെനിഫിറ്റഡ് ദ മാനുഫാക്ചേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് മെർച്ചൻസ് വിത്ത് അഡീഷണൽ ക്യാപിറ്റൽ ഫണ്ട് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഇത്തരത്തിലുള്ള ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം വഴി മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനും മെർച്ചൻസിനും അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടത്തണമെങ്കിലോ ഫിനാൻസ് ലഭിക്കാൻ, അതായത് ക്യാഷ് കടമായിട്ട് ലഭിക്കാനൊക്കെ ഈ ഇൻഡിജീനിയസ് ബാങ്കിങ് സിസ്റ്റം വഴി ഒരുപാട് സഹായകമായി. പുരാതന ഇന്ത്യയിൽ ട്രേഡ് നടത്താനായിട്ട് മെയിനായിട്ടും കരമാർഗമുള്ളതും അതുപോലെ തന്നെ കടൽ മാർഗവുമുള്ള ട്രാൻസ്പോർട്ടേഷനെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. റോഡ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹാഡ് അസ്യൂംഡ് കീ ഇമ്പോർട്ടൻസ് ഇൻ ദ എൻറ്റയർ പ്രോസസ് ഓഫ് ഗ്രോത്ത്. അതായത് റോഡ് മാർഗമുള്ള അല്ലെങ്കിൽ റോഡ് ഗതാഗതം വഴി അന്നത്തെ കാലത്ത് ഒരുപാട് കച്ചവടങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഫലമായി തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ട്രേഡ് റൂട്ടുകൾ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. Maritime trade was another important branch of global trade network. Maritime trade എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലുകളിൽ സാധനങ്ങൾ കയറ്റി, അതായത് ജലമാർഗമുള്ള ഗതാഗതവും അന്ന് വളരെയധികം ഫേമസ് ആയിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്നും റോമിലേക്കെല്ലാം ഈ സ്പൈസസ് ആയിട്ടുള്ള പെപ്പർ, മറ്റു പല സ്പൈസസുകളെല്ലാം ഈ ഷിപ്പ് മാർഗത്തിലൂടെയായിരുന്നു കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തില് നമ്മുടെ ഇന്ത്യയിലെ ട്രേഡും കൊമേഴ്സും എല്ലാം എക്സ്പാൻഡ് ചെയ്തത് വഴി ഒരുപാട് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ശക്തി ആർജിച്ചു. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും പല കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. പഞ്ചാബി ആൻഡ് മുൾത്താനി മെർച്ചൻസ് ഹാൻഡിൽഡ് ബിസിനസ് ഇൻ നോർത്തേൺ റീജിയൻ. ഇന്ത്യയുടെ നോർത്ത് സൈഡിലൊക്കെ പഞ്ചാബി ആൻഡ് മുൾത്താനി മെർച്ചൻസ് ആണ് ആ ട്രേഡ് മൊത്തം കൺട്രോൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ബാത്സ് മാനേജ് ദ ട്രേഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഏരിയകളിലൊക്കെ ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അവിടുത്തെ ട്രേഡ് മൊത്തം കൺട്രോൾ ചെയ്തിരുന്നത്. വെസ്റ്റേൺ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് കമ്മ്യൂണിറ്റിനെ മഹാജാൻ എന്നും സൗത്ത് ഏരിയയിൽ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസിനെ ചാട്ട് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ആൻഷ്യൻ പീരീഡിൽ ഇന്ത്യയിലെ ഫേമസ് ട്രേഡ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ട്രേഡ് സെന്റേഴ്സ് ചിലപ്പോൾ പോർട്ട് ടൗണുകളായിരിക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ടൗണുകളായിരിക്കാം, അല്ലെങ്കിൽ കച്ചവടത്തിന് ആവശ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ടൗണുകളായിരിക്കാം, അല്ലെങ്കിൽ തീർത്ഥാടനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ടൗണുകളായിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ പാട്ലിപുത്ര, ഇന്ന് പാട്ന എന്ന പേരിൽ അറിയപ്പെടുന്നു. ബീഹാറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് എ മേജർ ട്രേഡ് സെന്റർ ഫോർ എക്സ്പോർട്ട് ഓഫ് സ്റ്റോൺസ്, അതായത് വളരെ വില കൂടിയ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് എല്ലാം എക്സ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നായിരുന്നു. നെക്സ്റ്റ് പെഷവാർ. പെഷവാർ ഫേമസ് ആയിരുന്നത് കമ്പിളി എക്സ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കുതിരകളെ ഇമ്പോർട്ട് ചെയ്യുന്നതിലുമായിരുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഹാഡ് എ ഹ്യൂജ് ഷെയർ ഇൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇന്ത്യ, ചൈന ആൻഡ് റോം, അതായത് ചൈനയുമായും റോമുമായും ഒരുപാട് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഈ സ്ഥലവുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ടാക്സില. It served as a major trade center on the important land route between India and Central Asia. അതായത് ഇന്ത്യയും സെൻട്രൽ ഏഷ്യയും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലാൻഡ് റൂട്ടായിരുന്നു ടാക്സില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അത് ഇന്ന് തക്ഷശില എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ടാക്സിലയിലായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എല്ലാം സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഇന്ദ്രപ്രസ്ഥ. നമ്മുടെ ന്യൂഡൽഹിയാണ് ഇന്ദ്രപ്രസ്ഥ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വാണിജ്യ കവല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് ഇതൊരു ജംഗ്ഷൻ ആണ്. ഇന്ത്യയുടെ ഈസ്റ്റും വെസ്റ്റും സൗത്തും എല്ലാം കൂടി ബന്ധപ്പെടുത്തുന്ന ഒരു വാണിജ്യ കവലയായിരുന്നു അന്ന് ഇന്ദ്രപ്രസ്ഥ. ദെൻ നെക്സ്റ്റ് വൺ മധുര. മധുര ഇന്ന് ഉത്തർപ്രദേശിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എൻ എംപോറിയം ഓഫ് ട്രേഡ് ആൻഡ് പീപ്പിൾ ഹിയർ സബ്സിസ്റ്റഡ് ഓൺ കൊമേഴ്സ്. ഇന്നും മധുര ട്രേഡിനും കൊമേഴ്സിനും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ദെൻ വാരണാസിയും ഉത്തർപ്രദേശിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗ്രൂ എ മേജർ സെന്റർ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് വാരണാസിയിൽ കൂടുതലായിട്ടും നിലകൊള്ളുന്നത്. ആൻഡ് ബിക്കം ഫേമസ് ഫോർ ദി ബ്യൂട്ടിഫുൾ ഗോൾഡ് സിൽക്ക് ക്ലോത്ത്. അതായത് ഗോൾഡ് സിൽക്ക് ക്ലോത്തിന് ഇത് വളരെയധികം ഫേമസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ചന്ദനമരത്തിലുള്ള ഒരുപാട് വർക്ക്മാൻഷിപ്പിലും ഇത് വളരെയധികം ഫേമസ് ആണ്. നെക്സ്റ്റ് വൺ മിഥില ബീഹാറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ മിഥിലയിലുള്ള ട്രേഡേഴ്സ് കടൽ മാർഗം വഴി ചൈനയും അതുപോലെ തന്നെ മറ്റു ഐലൻഡുകളായിട്ടുള്ള ജാവ, സുമാത്ര, ബോർണിയോ എന്നീ ഐലാൻഡുകളുമായിട്ടും എല്ലാം കടൽ മാർഗം വഴി ഒരു കച്ചവട പാരമ്പര്യം ആ സ്ഥലത്തിനുണ്ടായിരുന്നു. നെക്സ്റ്റ് ഉജ്ജയിൻ മധ്യപ്രദേശിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഉജ്ജയിനും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഫേമസ് ആയിരുന്നത്. അവിടുത്തെ അഗേറ്റ്, കാർണേലിയൻ, മസ്ലിൻ ആൻഡ് മാലോ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ലോത്തുകളെല്ലാം വളരെയധികം എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ക്ലോത്തുകളായിരുന്നു. ദെൻ സൂററ്റ് ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സൂററ്റും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ തന്നെയാണ് കൂടുതലും ഫേമസ് ആയിരുന്നത്. ഇന്നും സൂററ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഗോൾഡ് ബോർഡറിലുള്ള സാരീസ് ഒക്കെ വളരെയധികം വേൾഡ് ഫേമസ് ആയിരുന്നു. ദെൻ കാഞ്ചി. ഇന്നത്തെ തമിഴ്നാട്ടിലെ കാഞ്ചീപുരാണ് അന്ന് കാഞ്ചി എന്നറിയപ്പെട്ടിരുന്നത്. പ്രീഷ്യസ് ആയിട്ടുള്ള പേൾസ്, ഗ്ലാസ്, അതുപോലെ തന്നെ റയർ ആയിട്ടുള്ള സ്റ്റോണുകളൊക്കെ നമുക്ക് കാഞ്ചീപുരത്തിൽ നിന്നും അവൈലബിൾ ആയിരുന്നു. ദെൻ മധുരയും തമിഴ്നാട്ടിൽ തന്നെയാണുള്ളത്. പേൾ ഫിഷറീസിലായിരുന്നു ഇവർ കൂടുതലായിട്ടും ഫേമസ് ആയിരുന്നത്. നെക്സ്റ്റ് വൺ ബ്രോച്ച്. അത് ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇന്ന് ബറൂച്ച് എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. നർമ്മദ നദിയുടെ തീരത്താണ് ഈ സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് സോയിൽ ലാൻഡ് എന്നാണ് കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അതായത് ഈ ടെക്സ്റ്റൈൽ കൾട്ടിവേഷനും മറ്റു പല ഈ കപ്പലണ്ടി, പീനട്ടിന്റെ കൾട്ടിവേഷനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ബ്രോച്ച് എന്ന് പറഞ്ഞത്. ദെൻ കാവേരിപ്പട്ട ഇന്ന് കാവേരി പട്ടണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് തമിഴ്നാട്ടിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടെ കൂടുതലായിട്ടും ട്രേഡ് നടത്തിയിരുന്നത് പെർഫ്യൂംസ്, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, സെന്റുകൾ, സിൽക്ക്, വൂള്, കോട്ടൺ, പേൾസ്, ഗോൾഡ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ അവിടെ ട്രേഡ് നടത്തിയിരുന്നു. നെക്സ്റ്റ് വൺ താമ്രലിപ്റ്റി. അത് കൊൽക്കത്തയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ. ഇറ്റ് വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പോർട്ട് കണക്റ്റഡ് ബോത്ത് ബൈ സീ ആൻഡ് ലാൻഡ് വിത്ത് വെസ്റ്റ് ആൻഡ് ഫാർ ഈസ്റ്റ്. അതായത് ഇന്ത്യയുടെ വെസ്റ്റിനെയും ഈസ്റ്റിനെയും കരമാർഗവും കടൽമാർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പോർട്ടാണ് ഈ താമ്രലിപ്റ്റിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഫേമസ് ആയിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു മേജർ ട്രേഡ് സെന്റേഴ്സ് പുരാതന കാലഘട്ടങ്ങളിൽ. ഇന്നും ഇതിൽ പലതും മെയിൻ ഇമ്പോർട്ടന്റ് ട്രേഡ് സെന്റേഴ്സ് ആയിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് AD മുതൽ 1991 വരെ വേൾഡ് ഇക്കോണമിയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് പെർഫോമൻസ് എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതാണ്.
Between the 1st and 7th centuries, India is estimated to have largest economy of ancient and medieval world. അതായത് 7 സെഞ്ചുറിയോളം ഇന്ത്യക്ക് സമ്പന്നതയിൽ ഇക്കണോമിക് സമ്പന്നതയിൽ വളരെ വലിയ ഒരു ഇക്കോണമി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല ട്രാവലേഴ്സും അവരുടെ ബുക്കിൽ നമ്മുടെ ഇന്ത്യയെ സ്വർണ്ണ ഭൂമി അല്ലെങ്കിൽ സ്വർണ്ണ ദ്വീപ് എന്നാണ് ആലിംഗനം ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം അവർ ഇന്ത്യ സന്ദർശിക്കാനായിട്ട് വരുമ്പോൾ അത്രയധികം സമ്പന്നതയിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഓക്കെ, അതിനുശേഷമാണ് 18-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാർ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യ പിടിച്ചടക്കുകയും നമ്മുടെ ഇന്ത്യ ശോചനീയാവസ്ഥയിലേക്ക് പോകാൻ കാരണവും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടി. നമ്മളിതെല്ലാം ക്ലിയർ ആയിട്ട് ഇക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, വിത്ത് ദി ഇൻക്രീസിംഗ് കൺട്രോൾ ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോസിംഗ് ലാക്ക് ഓഫ് ഫ്രീഡം ആൻഡ് നോ ഒക്യുറൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സയന്റിഫിക് റെവല്യൂഷൻ. ഓക്കെ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോട് കൂടിയിട്ട് അവർ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ ഫലമായി തന്നെ നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെട്ടു. നമുക്ക് അഗ്രികൾച്ചറിലും മറ്റു പല ഏരിയകളിലും ഉണ്ടായിരുന്ന ഒരു സമ്പന്നത നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ലിമിറ്റഡ് റീച്ച് ഓഫ് എഡ്യൂക്കേഷൻ ടു മാസസ്, അതായത് പലർക്കും എഡ്യൂക്കേഷൻ ലഭിക്കാത്ത ഒരു അവസ്ഥയായി. നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടി. അതുപോലെ തന്നെ പ്രിഫറൻസ് ടു മെഷീൻസ് ഓവർ മാനുവൽ സ്കിൽസ്, അതായത് ഒരുപാട് മെഷീൻസ് ഇൻവെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് അത് തൊഴിലില്ലായ്മയിലേക്ക് നയിക്കാനും കാരണമായി. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ വളരെ സുലഭമായി ലഭിച്ചിരുന്ന റോ മെറ്റീരിയൽസും സ്പൈസസ്, അതായത് സുഗന്ധവ്യഞ്ജനങ്ങളും പലതരത്തിലുള്ള ഗുഡ്സ് എല്ലാം അവരുടെ നാട്ടിലേക്ക് കയറ്റി അയക്കാനായിട്ട് തുടങ്ങി. ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷുകാരുടെ ഭരണത്താൽ തകർന്നടിഞ്ഞിരുന്ന ഇന്ത്യൻ ഇക്കോണമിയെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1952 ഫസ്റ്റ് 5-year പ്ലാൻ നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതിന്റെ ഫലമായി തന്നെ നമ്മുടെ ഇന്ത്യയിൽ മോഡേൺ ഇൻഡസ്ട്രീസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജിക്കൽ ആൻഡ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നു. ദെൻ സ്പേസ്, അതായത് ISRO എല്ലാം സ്ഥാപിതമായി. ന്യൂക്ലിയർ പ്രോഗ്രാംസിലെല്ലാം ഇന്ത്യ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. ഇതിനു വേണ്ടിയെല്ലാം ഒരുപാട് എഫേർട്ട് നമ്മുടെ ഗവൺമെന്റ് ചെയ്തുവെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ട് ആരുടെ കയ്യിലും അധികം ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്, അതുപോലെ തന്നെ ഡിഫൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആവശ്യമായിരുന്നു. പിന്നെ ഇൻഅഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ഹൈലി ഡെവലപ്മെന്റ് ഒന്നും വരുത്താനായിട്ട് സാധിച്ചില്ല. അതിനുശേഷമാണ് 1991 ലിബറലൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ കടന്നു വരികയും കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്കണോമിക് ലിബറലൈസേഷൻ നമ്മളെ സഹായിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയിൽ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പുതിയതായിട്ട് അഡോപ്റ്റ് ചെയ്ത ഒരുപാട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ആണ്. മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് പോളിസീസ്, ഇതെല്ലാം പുതിയ തരത്തിലുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇക്കോണമീനെ പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, വളരെയധികം പ്രോസ്പെരിറ്റിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഇക്കോണമി ബ്രിട്ടീഷ് സർക്കാരിന്റെ വരവോട് കൂടി തകർന്നടിയുകയും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പല ഗവൺമെന്റുകൾ മാറി മാറി വന്ന് ഇന്ത്യയെ ഗ്രോത്തിലേക്ക് നയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ,